കീമോ എടുക്കാനുള്ള മരുന്നും അതുപോലെ ആ മരുന്നിന്റെ കൂട്ടത്തിൽ വേറൊരു 2 lakhs-ന്റെ മരുന്നും ഓരോ കീമോയ്ക്കും ഞാനത് ഉണ്ടാക്കണം. എനിക്കത് എങ്ങനെയാണ് എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഇതില്ല. ജനങ്ങൾക്ക് ഈശ്വര ഇവള് BPL കാർഡാണ്, ദരിദ്രരേഖയ്ക്ക് താഴെയാണ്, ചികിത്സ എടുക്കുന്നത് മെഡിക്കൽ കോളേജിലാണ്, എന്നിട്ടും എന്തുകൊണ്ട് 2 ലക്ഷം രൂപയുടെ മരുന്ന് കഴിയും? അപ്പൊ ഞങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന് സാധാരണക്കാർ മേ ബി വിചാരിച്ചേക്കാം. അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയയിൽ ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന രേണുസുധിയുടെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പം ഇത് അത്യാവശ്യമായിട്ട് റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ രേണു എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ പബ്ലിക്കിൽ കൊണ്ടുപോയി ഷെയർ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അത് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രേണുവിന് ഇങ്ങനെ വന്ന് പറയേണ്ട യാതൊരു ആവശ്യകതയും ഉണ്ടായിരുന്നില്ല. അവിടെ ഉള്ളവർക്ക് ആർക്കും ബോധമില്ല. ഞാൻ എപ്പോഴും ഉടനീളം എന്റെ വീഡിയോയിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആ വീട്ടിലുള്ളവർക്ക് ആർക്കും ബുദ്ധിയും ബോധവും ഒന്നും ഇല്ല. പടി സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടുള്ളവരാരും ഇല്ലേ? ചേച്ചി നേഴ്സാന്ന് പറയുന്നത്, നേഴ്സാണെങ്കിൽ മിനിമം ഒരു +2 സയൻസ് ബയോളജിയിലും പഠിച്ചിരിക്കണമല്ലോ. അപ്പൊ ചേച്ചിക്ക് പോലും ഒന്ന് പറഞ്ഞു കൊടുക്കത്തില്ല അനിയത്തിക്ക് ഈ സമയത്ത് ഇങ്ങനെ കിടന്നിട്ട് കുശുമ്പും കുഞ്ഞായ്മയും ഒന്നുമല്ല ഈ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിട്ട് തർക്കങ്ങളും കുടുംബ പ്രശ്നങ്ങളും കുടുംബ കോടതിയുമായിട്ട് നടക്കേണ്ട ഒരു സമയമല്ല. അടങ്ങി ഒതുങ്ങി നിങ്ങളുടെ ദൈനംദിന ജീവിതം രസകരമായിട്ട് കാണിക്കുക. നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതുവഴി രസകരമായിട്ട് കാണിക്കുക, മറ്റുള്ളവരെ മനസ്സ് മടിപ്പിക്കുന്ന രീതിയിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് 4 പേരുടെ പ്രാക്കുദോഷം വരുമ്പോൾ അത് രേണു തന്നെയാണ് ഈ അവസരത്തിൽ തിരിച്ചടിക്കുന്നത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഈ 4 പേരുടെ പ്രാക്കുദോഷം വാങ്ങുന്നതിന് പകരം നല്ല നല്ല കോണ്ടന്റ് ചെയ്യുകയാണെങ്കിൽ 4 പേരുടെ പ്രാർത്ഥന കിട്ടുവാണെങ്കിൽ അതിനധികം സന്തോഷം വേറെ ഒന്നുമില്ല. ഞാൻ അതിന് പകരം മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച് എന്തിനാണ് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം രേണുസുധി തന്റെ മകൻ റിതപ്പന്റെ റിതപ്പന്റെ അവകാശം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തുള്ള തമ്മനെയൊക്കെ ആണെങ്കിൽ ഭയങ്കര രസകരമായിട്ടാണ്. തമ്മനെ ഇങ്ങനെയാണ്: ബഹുമാനപ്പെട്ട കോടതിയോട് ക്യാൻസർ 4th സ്റ്റേജ് ബാധിതരായ ഞാൻ മരിച്ചാൽ എന്ന് തുടങ്ങിയ ഒരു തമ്മനെയൊക്കെയാണ് ഇട്ടത്. കൊച്ചിനെയും പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ മകൻ റിതപ്പൻ പൂർണ്ണ അവകാശം തങ്കച്ചൻ PG കുഞ്ഞുഞ്ചമ്മ, തങ്കച്ചൻ രമ്യ, ലിബു എന്നിവർക്കായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തിനാണ് ഇപ്പൊ കുറെ നാളുകളായിട്ട് കാണുന്ന ഒരു ട്രെൻഡാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കും അതല്ലെങ്കിൽ ബാക്കിയുള്ള മന്ത്രിമാർക്കും ആർക്കാണെങ്കിലും സോഷ്യൽ മീഡിയ വഴിയാണ് നിവേദനം ഒക്കെ കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡാന്ന് തോന്നുന്നു. അതുപോലെ ഇപ്പൊ കോടതിയിലോട്ട് വെക്കുന്ന കേസുകളും കാര്യങ്ങളും എല്ലാം കോടതി അറിയിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയ വഴിയാണ്, ഒരു തമ്മിൽ വഴിയാണ് ഇപ്പം കൊടുക്കുന്നത്. അല്ലാതെ ഇപ്പൊ കോടതിയിൽ കൊണ്ട് നേരിട്ട് കൊടുക്കേണ്ട ആവശ്യമോ അതുവഴി ഒരു വക്കീൽ മുഖേന ഇടനില നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാലം പോയ പോക്കല്ലേ. അപ്പൊ എന്തൊക്കെയാലും രേണുവിന് എന്തൊക്കെയോ പറയാനുണ്ട്, അത് കണ്ടിട്ട് നമുക്കും ചിലത് പറയാനുണ്ട്. അപ്പൊ സോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അഥവാ സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യരുത്, അൺസബ്സ്ക്രൈബ് ആയി പോകും. അതുപോലെ തന്നെ ഈ വീഡിയോ ഫുള്ളും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത് എനിക്ക് തരണം. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക, ലൈക്ക്. അപ്പം ശരി, നമ്മൾക്ക് രേണുവിന് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. എന്തെങ്കിലും സംഭവിച്ച ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ ഒന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ PG, അതായത് ഋതുൽദാസിനെ തങ്കച്ചൻ PG അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുനെയോ അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്ക് ആരും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ ഋതുൽദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്വം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ അവർ 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ മരിച്ചു. അപ്പം മനസ്സിലായല്ലോ, ഇത് ആരിലോട്ടാണ് വിരൽ ചൂണ്ടുന്നത്? വേറെ ആരുമല്ല, കിച്ചുവിലോട്ടാണ് ഇത് വിരൽ ചൂണ്ടി വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോയുടെ ഈ സമയത്ത് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ആവശ്യമില്ല. നിങ്ങൾ മരിക്കുമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊരു അസുഖമുണ്ട്, ശരിയാണ്, നല്ല അസുഖം, നല്ല സീരിയസ് കണ്ടീഷനാണ്. പക്ഷെ അതിന് ചികിത്സ എടുത്തോണ്ടിരിക്കുവല്ലേ. അപ്പൊ ചികിത്സ പഠിക്കണമെങ്കിൽ ആ രോഗിയും കൂടെ വിചാരിക്കണം. ഇങ്ങനെ ചുമ്മാ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ വീഡിയോ ഇട്ട് ചെയ്ത് അതിനകത്ത് ഓഫ്കോഴ്സ് നെഗറ്റീവ് കമന്റുകൾ വരും. അതിന്റെ എല്ലാ ഫ്രസ്ട്രേഷനും എടുത്തു വെച്ച് അതിന്റെ എല്ലാം താങ്ങി ഇപ്പം മനസ്സിന് റിലാക്സ് ചെയ്യേണ്ട സമയമാണ്. ഇപ്പൊ നിങ്ങൾ അമ്മയായ രേണുസുധി ജീവിച്ചിരിക്കുന്നിടത്തോളം വേറെ ആരും അവകാശവാദം പറഞ്ഞുകൊണ്ട് വരാൻ പറ്റില്ല. കാരണം ആ കുട്ടിയുടെ അച്ഛൻ ഇപ്പം നിലവിൽ ജീവിച്ചിരിപ്പില്ല. അപ്പൊ ആർക്കും രേണുവിന്റെ അത്രയും അവകാശം ആർക്കുമില്ല. മരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അതൊന്നും ഇപ്പൊ ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല. ഇതിപ്പോ എടുത്തു വെച്ച് പ്രൊജക്ട് ചെയ്ത് കാണിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പം ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും
ഇനിയിപ്പം രേണു നാളെ ഒരു സ്റ്റേജിൽ രേണുവിന് ഇവിടെ വിടേണ്ടി വന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. രേണു ഈ രോഗവും മറികടക്കും, അത് ഉറപ്പാണ്. അപ്പം അങ്ങനെ ഒരു ഇൻ കേസ് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായാൽ പോലും ഈ പറയുന്ന ബന്ധുക്കൾക്ക് കിച്ചുവിന് പോലും ഋതപ്പന്റെ പേരിൽ അവകാശം ഉണ്ടാവത്തില്ല. അങ്ങനെ വന്ന് കിച്ചു വന്ന് പറഞ്ഞാലൊന്നും അങ്ങനെ ഒരു കുട്ടിയെ കൊടുക്കത്തൊന്നുമില്ല. എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു കുട്ടിയെ കൊടുക്കുന്നത്? പല കാര്യങ്ങളും നോക്കിയിട്ടാണ്. അവരുടെ സാമ്പത്തിക ശേഷി, സാമ്പത്തിക ഭദ്രത, അതുപോലെ തന്നെ എന്താണ് ആ കുട്ടിയെ നോക്കാനുള്ള അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ നോക്കും. കിച്ചുവിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കും, ആ കുട്ടി അതിന്റെ കൂടെ സേഫ് ആണോ നോക്കും, ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് നോക്കും. അങ്ങനെ കുറെ അധികം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ശേഷം മാത്രമേ ഈ കുട്ടിയെ കൊടുക്കുകയുള്ളൂ. അല്ലാണ്ടൊന്നും ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചടപടാന്ന് എടുത്ത് കൊടുക്കത്തൊന്നുമില്ല. അങ്ങനെയാണ് കോടതിയിൽ. പിന്നെ ഈ കുട്ടിയുടെ താല്പര്യം അങ്ങനെയൊക്കെ നോക്കും. ഒരുപാട് എന്താണ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ആ കുട്ടിയുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കുമെന്ന് കോടതി വിലയിരുത്തിയതിനു ശേഷം മാത്രമേ ഇങ്ങനെ ഒരു കൈമാറ്റമൊക്കെ നടത്താൻ പറ്റുള്ളൂ. ഈ രേണുസുതി പറഞ്ഞു, ഇപ്പം എന്റെ അച്ഛനായാലും അമ്മയായാലും അവർക്കാണ്, പിന്നെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡിന് മാത്രമേ ഇതിന് അവകാശമുള്ളൂ എന്നൊക്കെ പറഞ്ഞു. രേണു, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൊച്ചിനെ നോക്കാൻ കുറെ ആൾക്കാർ കാണും, ശരിയാണ്. ചിലപ്പം എന്താണെങ്കിലും നീ ഇല്ലാത്തൊരു അവസരത്തിൽ നിന്റെ അച്ഛനും അമ്മയ്ക്കും നന്നായിട്ട് നോക്കാൻ പറ്റിയിരിക്കും. പക്ഷെ ചേച്ചിയെയും ചേട്ടച്ചാരെയും വിട്ടേക്ക്. അവർക്ക് അവരുടെ ഒരു കുടുംബമാണ്, അവർക്ക് അവരുടെ കാര്യത്തിൽ ജീവിക്കേണ്ടതുണ്ട്, അവർക്കും തിരക്കാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. ചിലപ്പോൾ നിന്റെ അച്ഛനും അമ്മയും ആയിരിക്കത്തില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും ഈ കുട്ടിയെ നോക്കുന്നത്. അപ്പൊ അച്ഛനും അമ്മയും എല്ലാം പ്രായമായിട്ടിരിക്കുകയാണ്. നാളെ അവരുടെ സിറ്റുവേഷനും എങ്ങനെയാണെന്നും അറിയില്ല. അപ്പൊ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി ഈ വകതിരിവില്ലാതെ ചുമ്മാ കടന്നിട്ട് വിളിച്ച് പറയാതിരിക്കുക. അതൊക്കെ പിന്നത്തെ കാര്യമല്ല. ഈശ്വരന് ഓരോ അരിമണിയും ആര് കഴിക്കണം എന്നുള്ള കാര്യത്തിൽ വളരെ നന്നായിട്ട് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിനോട് നമ്മൾ ബോധപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളില്ലെങ്കിലും നമ്മൾ വലിയ സംഭവമൊന്നുമില്ല. ഇപ്പൊ ഞാനില്ലെങ്കിലും എന്റെ മക്കൾ ജീവിക്കും. അപ്പം നമ്മളിപ്പോ പലർക്കും താങ്ങും തണലുമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്കാരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കാരുണ്ട്, നമ്മുടെ കെട്ടിയവനാറുണ്ട്, ഒന്നുമില്ല. നമ്മൾ പോയാൽ ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം പോട്ടെ, ഒരു വർഷം കഴിയുമ്പോൾ നമ്മളെ അവരങ്ങ് മറക്കും. അവര് ഈ സൊസൈറ്റിയോട് ഇടകലർന്ന് ജീവിക്കാൻ പഠിക്കും. അതൊന്നും നമ്മൾ ഓർത്ത് ബോധപ്പെടാണ്ട് യാതൊരു ആവശ്യവുമില്ല. അപ്പം എന്താണോ സിറ്റുവേഷൻ അതിനനുസരിച്ച് ഒഴുക്കിനനുസരിച്ച് അത് ജീവിച്ചങ്ങ് പൊക്കോളും. അപ്പൊ ഇതൊന്നും വലിയ കാര്യമല്ല. ഇതൊന്നും എടുത്തു വെച്ച് ഈ സോഷ്യൽ മീഡിയ വന്നിരുന്നുണ്ട് കൊത്തിപ്പറിക്കാൻ ആ കൊച്ചിനെയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും കിച്ചുവിന് ഇങ്ങനെ കിടന്ന് കൊട്ടുന്ന കാരണം രേണു നിനക്ക് തന്നെയാണ് ഒരു നെഗറ്റീവ് വന്നു ചേരുന്നത്. അടുത്തത് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ, കുറച്ച് വ്ളോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ, ഞങ്ങൾ രണ്ടും ഇന്നീ നിമിഷം വരെ നേരെ ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ നേരെ ഒന്നും ഞങ്ങൾ വിദ്വേഷത്തോടെ പെരുമാറിയിട്ടില്ല അദ്ദേഹത്തോട്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അദ്ദേഹം ഈ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്. എല്ലാം മറന്നിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി ദൈവമേ ആ കൊച്ചിന്റെ അസുഖം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു ദൈവ പുരുഷനാണ്. ദൈവികമായിട്ടുള്ള ചൈതന്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നതും പ്രാർത്ഥിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പബ്ലിക്കായിട്ട് ക്ഷമ ചോദിച്ചു, ഇനിയും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം ഇന്നും വന്ന് പ്രാർത്ഥിച്ചു. എനിക്കതെന്റെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസം. നല്ല കാര്യമൊക്കെ തന്നെ, നിന്റെ ഈ ചിന്താഗതിയൊക്കെ നല്ല തന്നെ. പക്ഷെ ആരാണ് ഇതുപോലെ നിന്നെ വലിച്ചു കീറായിട്ട് കൊടുക്കുന്നതും ഇപ്പോഴും നിന്റെ കുടുംബം കുളം തോണ്ടിയിരിക്കുന്നതും ഞങ്ങളാരും അല്ല. ഈ വിശപ്പ് തന്നെയാണ്. പണ്ട് നിന്നെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്ന ഈ വിശപ്പ് തന്നെയാണ്. എന്ത് പെട്ടെന്നാണ് ഓന്ത് ഇതിനേക്കാളും നന്നായിട്ട് നിറം മാറുമെന്ന് എനിക്ക് അറിയത്തില്ല. ഓന്തിനേക്കാളും നന്നായിട്ടാണ് അച്ഛൻ നിറം മാറിയത്. അത് ഏത് രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാം. അച്ഛന് സപ്പോർട്ട് ചെയ്യാം, രേണുസുതിയെ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അതൊരു കൊച്ചിനെ കുത്തിക്കൊണ്ടാവില്ല. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന കിച്ചുവിനെ ഇപ്പം കുത്തി പറിച്ച് വലിച്ചു കീറി സമൂഹത്തിന് മുന്നിൽ ഇതാണ് ഇവൻ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊടുത്താണ് അച്ഛൻ കാണിച്ചത്. ഈ കിച്ചുവിന് ഇതുപോലെ 10 വർത്താനം പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടാണ് ഈ അച്ഛനോട് ഇപ്പം രേണുസുതി ഇങ്ങനെ അടുത്ത് നിൽക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് അറിയാം. രേണു, നീ നിർത്ത്. നിന്നോട് എത്ര പറഞ്ഞു തന്നാലും മനസ്സിലാത്തില്ല. വീട്ടിൽ ആരുമില്ലെന്നറിയാം, ഇതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ലെന്നറിയാം. നീ 10 പേരുടെ വീഡിയോ എടുത്ത് വെച്ച് കാണും. നിന്നോട് ആർക്കും ഒരു വിദ്വേഷമില്ല, നിന്നോട് ആർക്കും ഒരു ദേഷ്യമില്ല. നിന്നോട് സ്നേഹവും അനുകമ്പയും ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോയിലൂടെ ആണെങ്കിലും രേണു നീ ഇത് ചെയ്യരുത് എന്ന് പറയുന്നത്. നിന്നെ കൊണ്ട് ലാഭം ഉണ്ടാക്കുന്നവര് രേണു നീ ചെയ്യുന്നത് നല്ലതാണ്, നീ ചെയ്തോ എന്ന് എത്ര തെറ്റ് ചെയ്താലും ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നിനക്കത് കേൾക്കുമ്പോൾ ഒരു സുഖം കിട്ടും. അപ്പൊ നീ അതിനനുസരിച്ച് അതിന്റെ ഇരട്ടി ചെയ്യാൻ തുടങ്ങും. അവിടെയാണ് നീ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റിരിക്കുന്നത്. തെറ്റാന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തെറ്റാന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാകണം. അത് തിരുത്താനുള്ള ഒരു മനസ്സാണ് ആദ്യം വേണ്ടത്. അതല്ല ഞാൻ പിടിച്ച മുയലിന് 4-5 കൊമ്പുണ്ടെന്ന് പറഞ്ഞിരുന്ന യാതൊരു കാര്യമില്ല. ഈ ഒരു അവസരത്തിലായോണ്ട് ഞാൻ അധികം വലിച്ച് കീറാനൊന്നും നിൽക്കുന്നൊന്നുമില്ല. അപ്പം അച്ഛന്റെ സ്വഭാവം ഇതാണ്. അച്ഛന് എത്ര പാമ്പിന്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് വാലും കാണിക്കും, മീൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തലയും കാണിക്കുന്ന സ്വഭാവമാണ്. മനസ്സിലായി. അച്ഛനെ കുറിച്ച് കൂടുതലൊന്നും രേണു നിന്നെക്കാളും കൂടുതൽ ഞങ്ങൾക്ക് അറിയാം. കാരണം ഞങ്ങൾ ഓരോ വീഡിയോ ഇടുമ്പോഴും അച്ഛന്റെ ആദ്യത്തെ കമന്റ് നമുക്കായിരുന്നു. പിന്നെ അച്ഛൻ എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതൊക്കെയാണ് വിഷയങ്ങള്. ബാക്കി
അന്ന് ഞാൻ കിടന്നുകൊണ്ടാണ് ആ ICU പോകുന്നതിന് തലേന്നൊരു വീഡിയോ ഇട്ടു. അതെടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ അതിനും കുറ്റം. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും കിടന്നല്ലെങ്കിൽ ഞാൻ ഡെഡ് ബോഡി ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം എന്ത് വീഡിയോ ഇട്ടാലും അല്ല അവൾ ക്യാൻസർ രോഗിയല്ലേ, അവളൊന്നും സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്, അവൾ എന്താണ് മരിക്കാത്തതെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മനുഷ്യരാണ് നമ്മൾ, എപ്പം വേണമെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെ ആരാടെ പറയുന്നത്? ആരും വിചാരിക്കുന്നില്ല നീ മരിക്കണമെന്ന്, ഒരു കുഞ്ഞുങ്ങൾ പോലും വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ, സീരിയസ്ലി. നീ എന്തെങ്കിലും നല്ല രീതിയിൽ തിരിച്ച് പഴയതുപോലെ ആക്റ്റീവായിട്ട് വരണേ. എന്നാൽ നിന്റെ അമ്മയോട് ഞാൻ പറയുമായിരുന്നു, അവള് പഴയതുപോലെ വരണം, ആ രേണുവിനെയാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് പറയുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു വിചാരമൊന്നുമില്ല. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പക്ഷെ നിന്റെ നാക്കിന് ലോക്ക് ഇടണം, അതാണ് വിഷയം. നിന്റെ നാക്കാണ് പ്രശ്നം. അതൊന്ന് ഒതുക്കി വെച്ചിട്ട് ഇപ്പോൾ ചെയ്യേണ്ട രീതി എന്താണോ നന്നായിട്ട് മെഡിസിൻ ഒക്കെ കഴിച്ച് അങ്ങനെ അടങ്ങി ഒതുങ്ങി നല്ല കാര്യങ്ങൾ മാത്രം കാണിച്ചത് കൊണ്ട്, അതല്ലെങ്കിൽ എന്താണ് നീ എപ്പോഴും പറയുന്നല്ലോ ഞാൻ എന്താണ് ക്യാൻസർ രോഗികൾക്ക് അവർക്കൊരു പ്രചോദനമായിട്ട് വരിക എന്ന് എപ്പോഴും പറഞ്ഞേക്കാം. പക്ഷെ ഇങ്ങനെയല്ല പ്രചോദനമാകേണ്ടത്. ഇത് അവർക്ക് കൊടുക്കുന്ന നെഗറ്റീവാണ് നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, നീ പൊരുതുന്ന കാര്യങ്ങളും മെഡിസിനും കാര്യങ്ങളും യോഗ അങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. നല്ല നല്ല കാര്യങ്ങൾ മാത്രം ഔട്ട്പുട്ട് കൊടുക്കാണ്ട് ശ്രമിക്കുക. അല്ലാണ്ട് ഈ കുശുമ്പും കുഞ്ഞായ്മയും മാറ്റി വെക്കുക തൽക്കാലം കുറച്ചാണ്. പിന്നെ എസ്പെഷ്യലി നുണ പറയരുത്. ഈ നുണ പറച്ചിലും കൂടെ ഈ ഒരു സമയത്ത് നിർത്തുക. ഒരു 10-28 ദിവസം, കറക്റ്റ് 28 ദിവസം നീ ഒരു നുണ പറയാതെ ഒന്ന് ശീലിച്ചു നോക്കി. പിന്നെ നീ ഓട്ടോമാറ്റിക്കലി സത്യസന്ധമായിട്ടേ പറയുള്ളൂ. നമുക്ക് മനുഷ്യർക്ക് ഒരു ശീലമുണ്ട്, നമ്മൾ നുണ പറഞ്ഞ് പഠിച്ചാണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി നമുക്ക് നുണ എപ്പോഴും വരും. അതങ്ങനെയാണ്. ഒരു 28 ദിവസം എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് നുണ പറയാതിരുന്ന് നോക്കുവാണെങ്കിൽ ആ ശീലം ഓട്ടോമാറ്റിക്കലി മാറും. 28 എന്ന് പറഞ്ഞ നമ്പർ വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള നമ്പറാണ്. അതും കൂടെ നീ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം, എനിക്ക് ആകെയുള്ള വരുമാന മാർഗം എൻ്റെ യൂട്യൂബ് ചാനൽ മാത്രമാണ്. എനിക്ക് കീമോ എടുക്കാനുള്ള മരുന്നും അതുപോലെ ആ മരുന്നിന്റെ കൂട്ടത്തിൽ വേറൊരു 2 lakhs-ന്റെ മരുന്നും ഓരോ കീമോയ്ക്കും ഞാനത് ഉണ്ടാക്കണം. എനിക്കത് എങ്ങനെയാണ് എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഇതില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാറ്. പ്ലീസ് നിങ്ങൾ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഈ ഒരു രോഗത്തിൽ നിന്ന് രക്ഷിച്ച് തിരിച്ച് എൻ്റെ ഋതപ്പൻ്റെ അമ്മയായിട്ട് തിരിച്ചു കൊടുക്കുക. അപ്പൊ രേണു ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചിട്ട് പോവുകയാണ്. അതും കൂടെ കഴിഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ആണ്. ഇതൊരു 97,000 ലക്ഷത്തിനടുത്ത് അധികം ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇങ്ങനെ ഒരു 2 ലക്ഷം രൂപയായി, അതായത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സ എടുക്കുന്നത്, ഇതിന് 2 ലക്ഷം രൂപയായി എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ, അത് തന്നെ വളരെ തെറ്റായിട്ട് ഒരു ഇൻഫർമേഷൻ ആണ് നീ കൊടുക്കുന്നത്. അത് നീ പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് നിനക്ക് 2 ലക്ഷം രൂപയായി? നിനക്ക് അമൃത പോലെയുള്ള ഒരു ഇത് കിട്ടിയില്ലേ? ആ ഒരു ഓഫർ നിനക്ക് സർക്കാരിന്റെ ഓഫർ കിട്ടിയില്ലേ? അല്ലെങ്കിൽ കാരുണ്യ അതിന്റെ ഒരു ഓഫർ കിട്ടിയില്ലേ? അതിന്റെയൊക്കെ ഒരു ക്ലാരിറ്റി വെച്ചിട്ട് വേണമായിരുന്നു നീ 2 ലക്ഷം രൂപയായി എന്നൊക്കെ പറയാൻ. അപ്പം സാധാരണക്കാർ ഇപ്പൊ ഈ ഒരു രോഗം സ്ഥിരീകരിച്ച് നിൽക്കുന്നവർ പോയി ചിലപ്പോൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കളയും. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈശ്വര മെഡിക്കൽ കോളേജിലൊക്കെ ഇത്രയും വലിയ തുകയാണോ, അല്ലെങ്കിൽ എന്റെ വീട്ടുകാർക്ക് ഞാൻ ഒരു ഭാരമാവോ ബാധ്യതയാവും എന്നൊക്കെ ഒരു പക്ഷെ ചിലവരെല്ലാം ചിന്തിച്ചേക്കാം. മനുഷ്യരല്ലേ പുള്ളേ, എല്ലാവർക്കും ഒരു മനക്കെട്ടി ഉണ്ടായിരുന്നു വരത്തില്ല. അപ്പൊ നീ ഇങ്ങനെ ഒരു തെറ്റായ ഇൻഫർമേഷൻ ഒന്നും ദയവ് ചെയ്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിടരുത്. അത് വളരെ മോശമാണ്. കാരണം അല്ലെങ്കിൽ നീ കാര്യം വ്യക്തമായിട്ട് പറയാം, എനിക്ക് ഇന്ന കാരണം കൊണ്ട് എനിക്ക് 2 ലക്ഷം രൂപയുടെ മരുന്ന് വാങ്ങേണ്ടി വന്നു എന്ന് വ്യക്തമായിട്ട് ഒരു ക്ലാരിറ്റി കൊടുത്തിട്ട് ഇന്നത് കൊണ്ടാണ്, അല്ല മറ്റുള്ളവർക്കൊക്കെ നിസ്സാര വിലക്ക് കിട്ടുമായിരിക്കും, എനിക്ക് ഇന്ന കാരണം കൊണ്ട് ഇന്ന സംഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് 2 ലക്ഷം രൂപയുടെ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വന്നു എന്ന് ക്ലാരിറ്റി കൊടുക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീ ജനങ്ങൾക്ക് ഈശ്വര ഇവള് BPL കാർഡാണ്, ദരിദ്രരേഖയ്ക്ക് താഴെയാണ്, ചികിത്സ എടുക്കുന്നത് മെഡിക്കൽ കോളേജിലാണ്, എന്നിട്ടും എന്തുകൊണ്ട് 2 ലക്ഷം രൂപയുടെ മരുന്നൊക്കെ അയ്യോ അപ്പൊ ഞങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന് സാധാരണക്കാർ മേ ബി വിചാരിച്ചേക്കാം. അപ്പൊ അങ്ങനെയുള്ള നുണകളും കാര്യങ്ങളൊക്കെ എന്തായാലും വന്ന് പറയാതിരിക്കുക. ക്ലാരിറ്റി കൊടുത്തുകൊണ്ട് വന്ന് ഒരു കാര്യം പറയുമ്പോൾ അത് അവതരിപ്പിക്കാൻ പഠിക്കുക. അപ്പൊ ഇതൊക്കെയാണ് വിഷയങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.